എവറിവൺ ഹായ് എവറിവൺ ഞാൻ എടുക്കാൻ പോകുന്നത് നേച്ചർ ഓഫ് ബിസിനസ്സിലെ സെക്ഷൻ 44 ADA ആൻഡ് സെക്ഷൻ 44 AE ആണ്. നമുക്ക് ഫസ്റ്റ് സെക്ഷൻ 44 ADA എന്താണെന്ന് നോക്കാം. അതിൽ പറഞ്ഞിട്ടുള്ളത് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ കമ്പ്യൂട്ടിംഗ് പ്രൊഫഷണൽ ഇൻകം ഓൺ എസ്റ്റിമേറ്റഡ് ബേസിസ്. അതായത് ഇത് സ്പെസിഫൈഡ് പ്രൊഫഷണലിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. ഇത് അതായത് സ്പെസിഫൈഡ് പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഡോക്ടർ, ലോയർ അതുപോലുള്ള പ്രൊഫഷനിലുള്ളവർക്കാണ് ഇത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എനി റെസിഡൻറ്റ് അസസിക്ക് ഇത് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇത് അപ്ലിക്കബിൾ ആണെങ്കിൽ ഒരു 2 കണ്ടീഷൻ പറയുന്നുണ്ട്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇത് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ കണ്ടീഷൻ പറയുന്നത് എൻഗേജ്ഡ് ഇൻ പ്രൊഫഷൻ. എൻഗേജ്ഡ് ഇൻ പ്രൊഫഷനിൽ പറയുന്നത് സെക്ഷൻ 44 AA പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊഫഷണലിൽ എൻഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ സെക്ഷൻ 44 AD അപ്ലൈ ചെയ്യും. അതായത് സെക്ഷൻ 44 AA എന്ന് പറയുന്നത് ഈ ലീഗൽ, മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്റ്റിക്കൽ പ്രൊഫഷൻ ഓഫ് അക്കൗണ്ടൻസി, ടെക്നിക്കൽ കൺസൾട്ടൻസി ഇതുപോലുള്ള പ്രൊഫഷനിലൊക്കെ എൻഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ സെക്ഷൻ 44 AD അപ്ലിക്കബിൾ ആയിരിക്കും. അതാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് മാക്സിമം റെസീപ്റ്റ്സ് ആണ്. അത് മാക്സിമം റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് അതായത് മാക്സിമം റെസീപ്റ്റ്സ് ഓർ ടോട്ടൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 50 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. മാക്സിമം 50 ലക്ഷം ആയിരിക്കണം. അത് 50 ലക്ഷത്തിൽ കുറവായിരിക്കണം. ഈ ഗ്രോസ് റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് 50 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. അതാണ് സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്തു വെച്ചാൽ ഈ സെക്ഷൻ 44 AD അപ്ലിക്കബിൾ അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പറയുന്നത് എസ്റ്റിമേറ്റഡ് ഇൻകമാണ്. അതായത് ആ പ്രൊഫഷനിലൂടെ, അതായത് ഈ ഇതിലൂടെ കിട്ടുന്ന പ്രൊഫഷനിലൂടെ കിട്ടുന്ന ഈ ഗ്രോസ് റെസിപ്റ്റ്സിൻ്റെ 50% ഈ എസ്റ്റിമേറ്റഡ് ഇൻകമായിട്ട് പരിഗണിക്കുന്നത്. ഇതിൽ കുറച്ച് നോട്ട്സ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 30 to 38. അതായത് ഈ അസസി ഈ 44 AD അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 30 to 38 വരെയുള്ളത് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ പിന്നെ ഡിപ്രീസിയേഷൻസ് ഈ സെക്ഷൻ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ ഈ ഡിപ്രീസിയേഷനൊന്നും ഡിഡക്റ്റ് ചെയ്യേണ്ട പാടില്ല. പിന്നെ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ, അത് ഡിഡക്ഷൻ 80C to 80U വരെ ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ബ്രോഡ് ഫോർവേഡ് ലോസസ്, അത് പ്രീവിയസ് ഇയർ ലോസ് ഉണ്ടെങ്കിൽ എസ്റ്റിമേറ്റഡ് ഇൻകത്തിൽ നിന്നും അത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്, മെയിനായിട്ട് പറയുന്നത്. ഇതാണ് സെക്ഷൻ 44 ADയിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 44 AE. സെക്ഷൻ 44 AEയിൽ പറയുന്നത് ബിസിനസ് ഓഫ് പ്ലേയിങ്, ലീസിങ് ഓർ ഹയറിങ് ഗുഡ്സ് കാരേജ് പോലുള്ള ബിസിനസ്സിനാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതായത് ഗുഡ്സ് കാരേജ് ലീസ് ചെയ്യാനും ഹയർ ചെയ്യാനും പ്ലേ ചെയ്യാനൊക്കെ അതുപോലെ. പിന്നെ ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഓൾ അസസി എൻഗേജ്ഡ് ഇൻ ദി ബിസിനസ് ഓഫ് പ്ലേയിങ്, ഹയറിങ് ഓർ ലീസിങ് ഗുഡ്സ് കാരേജ്. ബിസിനസ് ഓഫ് പ്ലേയിങ്, ഹയറിങ് ഓർ ലീസിങ് ഗുഡ്സ് കാരേജ് എൻഗേജ് ചെയ്തിട്ടുള്ള എല്ലാ അസസിക്കും ഇത് അപ്ലിക്കബിൾ ആണ്. ഇതിലൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, നമ്പർ ഓഫ് കാരേജ്. അതായത് അസസി മസ്റ്റ് നോട്ട് ഓൺ മോർ ദാൻ 10 ഗുഡ്സ് കാരേജ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അത് പ്രീവിയസ് ഇയറിൽ അയാൾ 10 ഗുഡ്സിനേക്കാൾ വെഹിക്കിൾസ് അല്ലെങ്കിൽ ഗുഡ്സ് കാരേജ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് നമ്പർ ഓഫ് കാരേജ് എന്ന് പറയുന്നത്. 10 ഗുഡ്സ് വരെ, മാക്സിമം 10 ഗുഡ്സ് വരെ ഈ അസസിക്ക് ഓൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് കണ്ടീഷനായിട്ട് പറയുന്നത്. പിന്നെ പറയുന്നത് എസ്റ്റിമേറ്റഡ് ഇൻകം എന്ന് പറയുന്നത് 2 തരത്തിലാണുള്ളത്, ഹെവി ഗുഡ്സ് കാരേജ് ആൻഡ് അതർ ഗുഡ്സ് കാരേജ്. അത് ഹെവി ഗുഡ്സ് കാരേജ് എന്ന് പറയുന്നത് ₹10,000 പെർ ടൺ ഓഫ് ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് ഓർ അൺലേഡൻ വെയ്റ്റ്. അതായത് ഗ്രോസ് വെഹിക്കിളിൻ്റെ വെയ്റ്റ് നോക്കിയിട്ടായിരിക്കും അത് കമ്പ്യൂട്ടേഷൻ നടത്തുന്നത്. അതായത് ഓരോ ടണ്ണിനും 1000 രൂപ വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓരോ ടണ്ണിനും 1000 രൂപ വെച്ചിട്ട്. അപ്പോൾ ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്ന് പറയുന്നത് 12,000 kgനേക്കാൾ കൂടുതൽ വെയിറ്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് ഹെവി ഗുഡ്സ് കാരേജ് എന്ന് പറയുന്നത്.
അതിന് ഒരു ടണ്ണിനെ 1000 വെച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെയാണ് അതർ ഗുഡ്സ് കാരേജ്. അതർ ഗുഡ്സ് കാരേജ് എന്ന് പറയുന്നത് ₹7,500 ഇൻകം ഷാൾ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദി മന്ത് or part of a month when assessor acquired the property, whether it has been put to use or not. An assessor can declare higher income. അതായത് ഒരു വെഹിക്കിളിന് ഒരു മാസത്തേക്ക് 7,500 വെച്ചിട്ടാണ് ഇവിടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെയിറ്റ് നോക്കിയിട്ടാണ്. പക്ഷേ ഇവിടെ സാധാരണ ഹെവി ഗുഡ്സിലാണ് വെയിറ്റ് നോക്കിയിട്ടാണ്. ഇതെന്ന് പറയുന്നത് ഒരു വെഹിക്കിളിന് ഒരു മാസത്തേക്ക് 7,500 വെച്ചിട്ടാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് ഇവിടെ ഒരു ഗുഡ്സ് എപ്പോഴാണ് പർച്ചേസ് ചെയ്തത് ആ പർച്ചേസ് ചെയ്ത മന്ത് നോക്കിയിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലാതെ പുട്ടിട്ട് യൂസ് ചെയ്ത സമയം നോക്കിയിട്ടല്ല, പർച്ചേസ് ചെയ്ത സമയം നോക്കിയിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ഇതിൽ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 30 to 38 വരെ ഉള്ള ഇത് ഡിഡക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇത് ഈ സെക്ഷൻ 44A അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള 30 to 38 വരെയുള്ള ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഡിപ്രീസിയേഷനും ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഡിഡക്ഷൻ 80C to 80U വരെയുള്ള ഡിഡക്ഷൻസൊക്കെ അലവബിൾ ആയിരിക്കും. പിന്നെ ബ്രോഡ് ഫോർവേഡ് ലോസസ് ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് സെക്ഷൻ 44A പറയുന്നത്. അത് ഹെവി ഗുഡ്സ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2 തരത്തിൽ, എസ്റ്റിമേറ്റഡ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2 തരത്തിലാണ്. ഹെവി ഗുഡ്സ് വെഹിക്കിൾ ആൻഡ് അതർ ഗുഡ്സ് വെഹിക്കിൾ. ഹെവി ഗുഡ്സ് ആണെങ്കിൽ 12 kg കൂടുതലാണെങ്കിൽ അത് ഹെവി ഗുഡ്സ് വെഹിക്കിളായിരിക്കും. അതുപോലെ തന്നെ ഓരോ ടണ്ണിനും 1000 പെർ ടൺ ആയിരിക്കും. പിന്നെ അതർ ഗുഡ്സ് കാരേജ് എന്ന് പറയുന്നത് ഒരു വെഹിക്കിളിന് ഒരു മാസത്തേക്ക് 7,500 വെച്ചിട്ടായിരിക്കും അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൽ കുറച്ച് പ്രോബ്ലംസ് പറയുന്നുണ്ട്, അത് കേട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പം ഫസ്റ്റത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. മിസ്റ്റർ രാഘവൻ എൻഗേജ്ഡ് ഇൻ ദി ബിസിനസ് ഓഫ് പ്ലേയിങ്, ഹയറിംഗ് ഓർ ലീസിംഗ് ഗുഡ്സ് കാരേജസ് ഓൺസ് 9 ഗുഡ്സ് വെഹിക്കിൾസ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 2019-20. Can he adopt the provisions of presumptive scheme of section 44A in respect of this business? ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, അതായത് മിസ്റ്റർ രാഘവൻ ഈ ബിസിനസ് ഓഫ് പ്ലേയിങ്, ഹയറിംഗ് ഓർ ലീസിംഗ് ഗുഡ്സ് കാരേജ് പോലുള്ള ബിസിനസ്സിൽ എൻഗേജ്ഡ് ആയിട്ടുണ്ട്. അത് അയാളുടെ കയ്യിൽ 9 ഗുഡ്സ് ആണ് ഉള്ളത്, 9 ഗുഡ്സ് വെഹിക്കിൾസ് ആണ് ഓൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് ഈ സെക്ഷൻ 44A അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? എന്തായാലും ഓഫ് കോഴ്സ് പറ്റും, കാരണം ഇയാൾ 10 ഗുഡ്സിനേക്കാൾ കൂടുതൽ അയാൾ ഓൺ ചെയ്തിട്ടില്ല, കുറവാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഈ സെക്ഷൻ 44A അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ പറയുന്നത്. ഇനി സെക്കൻഡ് ഇല്ലുസ്ട്രേഷൻ നോക്കാം. MR Transport Corporation, a partnership firm, is engaged in the business of playing, hiring or leasing goods carriages and owned 80 heavy goods vehicles during the previous year 2019-20 and declared income as per the provisions of section 44A. After computing the income at 1,000 per month, the partners of the firm are of the opinion that in computing the written down value of the vehicles owned by them, depreciation will not be deducted since no deduction on account of the same is claimed. Is the contention of partners correct? ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്, MR ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻസ് ഈ ബിസിനസ് ഓഫ് ഹയറിംഗ്, പ്ലേയിങ്, ലീസിംഗ് ഗുഡ്സ് കാരേജ് എൻഗേജ് ചെയ്തിട്ടുണ്ട്. അയാൾ 8 ഹെവി ഗുഡ്സ് വെഹിക്കിൾസ് ആണ് ഓൺ ചെയ്തിരിക്കുന്നത്. അതായത് ഇൻകം കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം പെർ മന്ത് 1000 രൂപ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ ഓൺ ചെയ്തിട്ടുള്ള വെഹിക്കിൾസിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നതിൽ ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്യില്ലെന്ന് ആ ഫേംസിൻ്റെ പാർട്ട്നേഴ്സ് അഭിപ്രായപ്പെടുന്നു. അപ്പോൾ അവരുടെ ഈ ഇൻറ്റൻഷൻ ശരിയാണോ എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനായിട്ട് എന്താ പറയുന്നത്, ആസ് പെർ ദി പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 44A ഫ്രം ദി ഇൻകം കമ്പ്യൂട്ടർ ആസ് പെർ ദി പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 44A ഫർദർ ഡിഡക്ഷൻ ഓഫ് അക്കൗണ്ട് ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് അവൈലബിൾ. ഹൗവർ ദ WDV ഓഫ് എനി
asset used in the business covered under the scheme of section 44A shall be calculated as if depreciation as per section 32 is claimed and allowed. Thus, the contention of the partner is not correct, even though no depreciation is claimed by the firm, yet for purpose of computation of WDV of the asset. അതായത് സെക്ഷൻ 44A അനുസരിച്ച് ഈ കമ്പ്യൂട്ട് ചെയ്ത ഇൻകത്തിൽ നിന്ന് ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഈ സെക്ഷൻ 44A സ്കീമിനെ അണ്ടറിലുള്ള ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു അസറ്റിൻ്റെ റിട്ടേൺ ഓൺ വാല്യൂ കണക്കാക്കുമെന്ന് പരിഗണിക്കും. അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ഈ ഇൻറ്റൻഷൻ കണ്ടൻഷൻസ് ഇൻകറക്റ്റ് ആണ്. ഫേമിൻ്റെ ഫേമിൻ്റെ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിലും അസറ്റിൻ്റെ റിട്ടേൺ ഓൺ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നതിനായി ഡിപ്രീസിയേഷൻ ബ്ലോക്ക് വാല്യൂവിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് ഒരു ഇല്ലുസ്ട്രേഷൻ പറയാം. അത് മിസ്റ്റർ കൃഷ്ണ എൻഗേജ്ഡ് ഇൻ ദി ബിസിനസ് ഓഫ് പ്ലേയിങ്, ഹയറിംഗ് ഓർ ലീസിംഗ് ഗുഡ്സ് carriage owns 80 goods vehicles, heavy goods vehicles. During the previous year 2019-20, he want to adopt the provisions of section 44A in respect of this business. In this case, what will be the income as per the provisions of section 44A? ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് മിസ്റ്റർ കൃഷ്ണ ഈ ബിസിനസ് ഓഫ് പ്ലേയിങ്, ഹയറിംഗ്, ലീസിങ് ഗുഡ്സ് കാരേജ് ബിസിനസ്സിൽ എൻഗേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾ 8 ഗുഡ്സ് വെഹിക്കിൾസാണ് ഓൺ ചെയ്തിരിക്കുന്നത്. ഇത് ഹെവി ഗുഡ്സ് വെഹിക്കിളിന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ ഇൻകം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഇൻകം പെർ മന്ത് പെർ ഹെവി ഗുഡ്സ് വെഹിക്കിൾ, അതായത് നമ്മൾ പറഞ്ഞു ഹെവി ഗുഡ്സ് വെഹിക്കിളാണെങ്കിൽ പെർ ടൺ 1000 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഹെവി ഗുഡ്സ് എന്ന് പറയുന്നത് ഹെവി ഗുഡ്സ് എന്ന് പറയുന്നത് 12,000 kg കൂടുതലുള്ള വെയിറ്റിനാണല്ലോ ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ 12,000 kg എന്ന് പറയുന്നത് 12 ടൺ. അപ്പോൾ ഓരോ ടണ്ണിനും 1000 രൂപ വെച്ചിട്ടാണെങ്കിൽ 1000 × 12 ചെയ്യുമ്പോൾ നമുക്ക് 12,000 കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഈ നമ്പർ ഓഫ് ഗുഡ്സ് വെഹിക്കിൾസ് എത്രയാണ് തന്നിട്ടുള്ളത്? ഇപ്പോൾ 8ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ 8 ഇൻറ്റു ചെയ്യാം. അപ്പോൾ ഹെവി ഗുഡ്സ് വെഹിക്കിളിൻ്റെ ഈ 12,000 നിന്നും ഈ നമ്പർ ഓഫ് ഗുഡ്സ് വെഹിക്കിൾ 8 ഇൻറ്റു ചെയ്യാം. അപ്പോൾ നമുക്ക് മന്ത്ലി ഇൻകം ആസ് പെർ ദി പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 44A കിട്ടും. അത് 96,000 അവിടെ കിട്ടും. എന്നിട്ട് അതിൽ നിന്ന് പിന്നെ നമ്മൾ നമ്പർ ഓഫ് മന്ത്സ് ഇൻ ഇയറിലെ നമ്പർ ഓഫ് മന്ത് കൊണ്ട് അവിടെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം ആസ് പെർ ദി പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 44A കിട്ടും. അത് 11,52,000 കിട്ടും. ഇങ്ങനെയാണിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു പ്രോബ്ലം കൂടെ നോക്കാം. മിസ്റ്റർ നിതിൻ എൻഗേജ്ഡ് ഇൻ ദി ബിസിനസ് ഓഫ് പ്ലേയിങ്, ഹയറിംഗ് ഓർ ലീസിംഗ് ഗുഡ്സ് കാരേജസ്. ഹി ഓൺഡ് 5 ഹെവി ഗുഡ്സ് വെഹിക്കിൾ ഹാവിംഗ് ഗ്രോസ് വെയിറ്റ് ഓഫ് 13,000 kilograms and 4 other goods vehicles during the previous year 2019-20. What will be his taxable income as per the provisions of section 44A? നിതിൻ ബിസിനസ് ഓഫ് പ്ലേയിങ്, ഹയറിംഗ്, ലീസിംഗ് ഗുഡ്സ് കാരേജിൽ എൻഗേജ് ചെയ്തിട്ടുണ്ട്. അയാളുടെ 5 ഹെവി ഗുഡ്സ് വെഹിക്കിൾ ഓൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 13,000 kg ആണ്. പിന്നെ 4 അതർ ഗുഡ്സ് വെഹിക്കിളും അയാൾ ഓൺ ചെയ്തിട്ടുണ്ട്. അത് പ്രീവിയസ് ഇയർ 2019-20. അപ്പോൾ അയാളുടെ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് ഹെവി ഗുഡ്സ് വെഹിക്കിളും അതുപോലെ തന്നെ അതർ ദാൻ ഹെവി ഗുഡ്സ് വെഹിക്കിളും തന്നിട്ടുണ്ട്. ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്ന് പറയുന്നത് പെർ ടണ്ണിന് 1000 rupees നമ്മൾ വെയിറ്റ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതർ ദാൻ ഹെവി ഗുഡ്സ് എന്ന് പറയുന്നത് ഒരു വെഹിക്കിളിന് ഒരു മാസത്തേക്ക് 7,500 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഇൻകം പെർ മന്ത് പെർ ഹെവി ഗുഡ്സ് വെഹിക്കിളിൻ്റെ ഇൻകം പെർ മന്ത് എത്രയാണെന്ന് നോക്കാം. അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 13,000 അല്ലേ. 13,000 ആണ്. 13,000 കിലോഗ്രാമാണ്. അപ്പോൾ 30,000 കിലോഗ്രാം എന്ന് പറയുന്നത് 13 ടണ്ണാണ്. അപ്പോൾ ഓരോ ടണ്ണിന് 1000 രൂപ വെച്ച് നോക്കുമ്പോൾ 1000 × 13 ചെയ്യുമ്പോൾ നമുക്ക് 13,000 കിട്ടും.
അതിന് നമ്മൾ നമ്പർ ഓഫ് ഹെവി ഗുഡ്സ് വെഹിക്കിൾ അവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 5 നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളതിന് നമ്പർ ഓഫ് ഹെവി ഗുഡ്സ് വെഹിക്കിൾ ഈ 30,000 നിന്നും ഈ നമ്പർ ഓഫ് ഹെവി വെഹിക്കിൾസ് 5 ഇൻറ്റു ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് ഈ 65,000 കിട്ടും. മന്ത്ലി ഇൻകം ഇൻ ദി കേസ് ഓഫ് ഹെവി ഗുഡ്സ് വെഹിക്കിൾ ആസ് പെർ ദി പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 44A എന്ന് പറയുന്നത് ഈ 13,000 ഇൻറ്റു 5 ചെയ്യുമ്പോൾ നമുക്ക് 65,000 കിട്ടും. പിന്നെ അതിന് നമ്മൾ നമ്പർ ഓഫ് ഇയർ കൊണ്ട് ഇൻറ്റു ചെയ്യണം. നമ്പർ ഓഫ് ഇയർ എത്രയാണ്? 12 അല്ലേ? അപ്പോൾ 12 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 7,80,000 കിട്ടും. അതാണ് ഹെവി ഗുഡ്സ് വെഹിക്കിളിൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? അതർ ദാൻ ഹെവി വെഹിക്കിളാണല്ലേ. അപ്പോൾ അതർ ദാൻ ഹെവി വെഹിക്കിൾ എന്ന് പറയുന്നത് ഒരു വെഹിക്കിളിന് ഒരു മാസത്തേക്ക് 7,500 രൂപ വെച്ചിട്ടാണല്ലോ. അപ്പോൾ ഈ 7,500 നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് വെഹിക്കിൾ അതർ ദാൻ ഹെവി ഗുഡ്സ് വെഹിക്കിൾ, ഇത് നമ്പർ ഓഫ് വെഹിക്കിൾ എത്രയാണ്? അതർ ഗുഡ്സ് വെഹിക്കിൾ എന്നുള്ളത് 4 ആണ് തന്നിരിക്കുന്നത്, 4 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് 7,500 ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് 30,000 കിട്ടും. 30,000 കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യണം? അതിന് നമ്പർ ഓഫ് മന്ത്സ് ഇൻ ഇയറിലെ നമ്പർ ഓഫ് മന്ത് കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ 30,000 ഇൻറ്റു 12 ചെയ്യുമ്പോൾ നമുക്ക് 3,60,000 കിട്ടും. അപ്പോൾ ഈ എന്താണ് ഗുഡ്സ് എന്താണ് ഹെവി ഗുഡ്സ് വെഹിക്കിൾ 7,80,000 അതർ ദാൻ ഹെവി ഗുഡ്സിൻ്റെ 3,60,000 കൂടി ആഡ് ചെയ്ത് വെച്ച് ടോട്ടൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഇൻകം എത്ര കിട്ടും? 11,40,000 കിട്ടും. ഇതിങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റത്തെ പ്രോബ്ലം പറയാം. ലാസ്റ്റത്തെ എ പാർട്ണർഷിപ്പ് ഫേം എൻഗേജ്ഡ് ഇൻ ദി ബിസിനസ് ഓഫ് പ്ലേയിങ്, ഹയറിംഗ് ഓർ ലീസിംഗ് ഗുഡ്സ് കാരേജസ്. ദ ഫേം ഹാസ് 5 ഹെവി ഗുഡ് vehicle, out of which 2 are purchased on hire purchase system on 21/2020. It has 4 goods carriage other than heavy goods vehicles. As per partnership deed, partners P and Q are entitled to salary 20,000 per month each and interest 12% per annum on capital of 2 lakh each. In this case, what will be the business income as per the provisions of section 44AE? തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ വെച്ചിട്ട് ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ കമ്പ്യൂട്ടേഷൻ ബിസിനസ് ഇൻകം ഓഫ് ദി പാർട്ട്ണർഷിപ്പ് ഫേം 2020 അസസ്മെൻറ്റ് ഇയർ 2020-21. ഫസ്റ്റ് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത് നോക്കേണ്ടത്? അത് ഡീംഡ് ഇൻകം ഹെവി ഗുഡ്സ് വെഹിക്കിൾസ്. നമ്മൾ അതർ ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 7,500 പെർ മന്ത് ആണ് പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇയർലി ഇൻകം 3 വെഹിക്കിൾസിൻ്റെ ഇയർലി ഇൻകം നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ 7,500 ഇൻറ്റു 3 ഇൻറ്റു 12, അവിടെ 3 വെഹിക്കിൾസ് ആയിരുന്നത് 3 ഇൻറ്റു 12 ചെയ്യും. അപ്പോൾ 7,500 ഇൻറ്റു 3 ഇൻറ്റു 12 ചെയ്യുമ്പോൾ നമുക്ക് 2,70,000 കിട്ടും. പിന്നെ എന്താ നോക്കേണ്ടത്? ഇൻകം ഓഫ് 2 വെഹിക്കിൾസ്. ഇൻകം ഓഫ് 2 വെഹിക്കിൾസ് തന്നിട്ടുണ്ട്. അത് 7,500 ഇൻറ്റു 2 ഇൻറ്റു 3. ഈ 3 മന്ത്സ് എങ്ങനെയാണ് വന്നത് അറിയോ? അതായത് the firm has 5 heavy goods vehicles, out of which 2 are purchased on hire purchase system on 20/1/2020. അപ്പോൾ 20/1/2020 അയാൾ പർച്ചേസ് ചെയ്ത ഡേറ്റ് മുതലാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആ മാസം മന്ത് കൂടെ അവിടെ ആ പാർട്ടായിട്ട് വരും. ഇപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ ഫസ്റ്റ് 3 മാസം. 20-ാം തീയതി ആണെങ്കിൽ ആ മാസം കൂടി നമ്മൾ എടുക്കും, ഫുള്ളായിട്ട് എടുക്കും. അപ്പോൾ 3 മാസം അവിടെ വരും. അങ്ങനെയാണ് അവിടെ ഈ 3 മന്ത്സ് വന്നത്. ഇൻകം ഓഫ് 2 വെഹിക്കിൾസ് 7,500 ഇൻറ്റു 2 ഇൻറ്റു 3 മന്ത്സ്. 2 എന്ന് പറയുന്നത് 2 വെഹിക്കിൾസ്, ഇൻകം ഓഫ് 2 വെഹിക്കിൾസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ 45,000 കിട്ടും. പിന്നെ എന്ത് ചെയ്യണം? ഈ അതർ വെഹിക്കിൾസിൻ്റെ ഇൻകം നോക്കണം. അപ്പോൾ അത് ഈ 7,500 ഇൻറ്റു 4 ഇൻറ്റു 12. അതർ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട്. ഇറ്റ് ഹാസ് 4 ഗുഡ്സ് കാരേജസ് അതർ ദാൻ ഹെവി ഗുഡ്സ് വെഹിക്കിൾസ്. അപ്പോൾ ആ വെഹിക്കിൾസാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 3,60,000 കിട്ടും. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എഴുതാം 6,75,000 കിട്ടും. അതിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? കുറയ്ക്കണം?
പാർട്ട്നേഴ്സിന് കൊടുത്ത ഇൻട്രസ്റ്റ് അത് കുറക്കണം. അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തത്? അപ്പോൾ 2 പേഴ്സൺ ഉണ്ടല്ലോ, പി യു ഉണ്ട് അല്ലേ, പി യു ഉണ്ട് ക്യൂ ഉണ്ട്. അപ്പോൾ 2 ലാക്ക് 2 പേർക്കും സെയിം ആയിട്ടാണ് ഇൻട്രസ്റ്റ് പേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 ലാക്ക് ഇൻറ്റു 12%. അപ്പോൾ 2 പേർക്ക് 24,000 കിട്ടും. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 48,000 കിട്ടും. അപ്പോൾ ഈ 6,75,000 നിന്നും ഈ 48 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 6,27,000 കിട്ടും. അതാണ് നമ്മുടെ ബുക്ക് പ്രോഫിറ്റ്. ഈ 6,27,000 ആണ് ബുക്ക് പ്രോഫിറ്റ്. അതിനുശേഷം നമ്മൾ ഈ റിമ്യൂണറേഷൻ, അപ്പോൾ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റിമ്യൂണറേഷൻ ലെസ് ചെയ്യണം. അതെങ്ങനെയാണ്? ഈ 6,27,000 ഫസ്റ്റത് 3 ലാക്കിൻ്റെ 90% കണക്കാക്കുമ്പോൾ നമുക്ക് 2,70,000 കിട്ടും. അത് കണ്ടിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത്? ഈ 60% ഓഫ് ദി ബാലൻസ് ബുക്ക് പ്രോഫിറ്റ് 1,96,200. ഈ 1,96,200 എങ്ങനെ കിട്ടിയത്? അത് നമ്മുടെ ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 6,27,000 ആണ്. അതിൽ നിന്ന് നമ്മൾ ഈ 3 ലാക്ക് മൈനസ് ചെയ്യുമ്പോൾ 3,27,000 കിട്ടും. അതിൻ്റെ 60% ആണ് ഈ 1,96,200. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യും. ഈ 90% 3 ലാക്കും 60% ഓഫ് ദി ബാലൻസ് ബുക്ക് പ്രോഫിറ്റും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4,66,200 കിട്ടും. പിന്നെ അതിൻ്റെ സാലറി ആസ് പെർ ഡീഡിൽ അതിൻ്റെ ഏതാണ് വിച്ച് അവർ ലെസ് നോക്കിയിട്ടാണ് നമ്മൾ ടോട്ടൽ ബുക്ക് പ്രോഫിറ്റിൽ നിന്നും ലെസ് ചെയ്യുന്നറിയാം. അപ്പോൾ ഈ 4,80,000 എങ്ങനെ കിട്ടി? അത് 2 പേരുടെയും സാലറി, അത് 20,000 പെർ മന്ത് എന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, സാലറി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് 20,000 ഇൻറ്റു 12 ഇൻറ്റു 2 2%, അതുകൊണ്ട് ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് 4,80,000 കിട്ടും. അപ്പോൾ അതിലേതാണ് വിച്ച് അവർ ലെസ് ഏതാണെന്ന് നോക്കാം. വിച്ച് അവർ ലെസ് ഏതാണ്? 4,66,200 ആണല്ലോ അല്ലേ. അപ്പോൾ അത് ഈ ബുക്ക് പ്രോഫിറ്റിൽ നിന്നും ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ബിസിനസ് ഇൻകമായ 1,60,800 കിട്ടും. മനസ്സിലായോ? ഇങ്ങനെയാണിത് ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു.